ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അതിലൊരു ബറക്കത്ത് കിട്ടാനും നമ്മളൊരു ബിസ്മി കൊണ്ട് അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് തന്നെ നമ്മൾ തുടങ്ങണമല്ലോ. രാവിലെ എണീറ്റ് നല്ലപോലെ ഒന്ന് ഫ്രഷായി സുബഹി നിസ്കാരം കഴിഞ്ഞ് ഞാനൊരു മോർണിംഗ് വൈബ് നല്ലപോലെ ഒന്ന് ആസ്വദിച്ചിട്ടു. കാരണം ഒരുപാട് മെമ്മറബിളായിട്ടുള്ളൊരു ഇടാണ് എനിക്കിത്. എൻ്റെ ഞങ്ങൾ തറവാട്ട് വീട്ടിലെ ലാസ്റ്റ് ഡേ ആണ് കേട്ടോ ഇന്ന്. അടുത്ത ദിവസം ഞങ്ങൾ ഹൗസ് വാമിംഗ് ആണ്. അപ്പം എന്താ പറയുക, തറവാട് വീട്ടിലെ ലാസ്റ്റ് ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു പുതിയ വീട്ടിലേക്ക് പോകാൻ ഭയങ്കരമായിട്ടുള്ള സന്തോഷവും എന്തൊക്കെയോ ടെൻഷൻസും അങ്ങനെ നമ്മൾ തറവാട്ട് വീട്ടിൽ നിന്ന് പോകുന്ന ആ ഒരു ഫീലിങ്സും എല്ലാം കൂടെ ഒരു മിക്സ് ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു കേട്ടോ. നമ്മൾ ഡേറ്റൊക്കെ ഒരുപാട് ദിവസം മുൻപ് ഫിക്സ് ആക്കിയിട്ടുള്ളതായിരുന്നു. എന്നാലും ആ ഒരു ഡേ വന്നപ്പോൾ ഉണ്ടല്ലോ, പെട്ടെന്ന് ആ ദിവസമായ പോലെ ഒരു ഫീൽ കിട്ടും. ഇതാണ് കേട്ടോ ഞങ്ങളുടെ തറവാട് വീട്. ഈ ഒരു വീട്ടിലേക്കാണ് എന്നെ കല്യാണം കഴിച്ച് കൊടുത്തിട്ടുള്ളതൊക്കെ കേട്ടോ. ഹൗസ് വാമിംഗ് ഒക്കെ നടത്തിയിട്ടുള്ളവർക്കറിയാം, ഒരാഴ്ച മുന്നേ തുടങ്ങും കേട്ടോ അതിൻ്റെ ആ ഒരു തിരക്കുകളൊക്കെ. 2 ദിവസമായി ഞാൻ വാഷിങ്ങൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ ഒരു ദിവസം അതെല്ലാം കുറേയാണ് ക്ലീൻ ആക്കാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ പണികൾ അത് ചെയ്തു. പിന്നെ ഒരുപാട് തിരക്കുകൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വളാഞ്ചേരിയിൽ 2 പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു. ഇത് 3ാമത്തെ പ്രാവശ്യം വന്നതാണ് കേട്ടോ. അപ്പോൾ കാക്കാൻ്റെ അനിയൻ്റെ വക ഗിഫ്റ്റാണ് ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും കേട്ടോ. അപ്പോൾ നമ്മളത് നോക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് മുൻപ് നമ്മൾ ടേബിളിലേക്കുള്ള ചെയറൊക്കെ നോക്കാനായിട്ടൊന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പുതിയ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഫ്രിഡ്ജും മെഷീനും എടുക്കാൻ പോയിട്ടുള്ള സമയത്ത് നമ്മൾ അവിടെ നിന്ന് ഒരു മിക്സി കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ സ്വാമിങ്ങിൻ്റെ അന്ന് നമ്മുടെ വീട്ടിൽ വെച്ചാണ്ട് ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ പണിക്കാർക്കൊക്കെ അത് ആവശ്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കതിൽ ഉദ്ഘാടനം കഴിക്കാനൊരു ആഗ്രഹമായിട്ട് അപ്പോൾ ഞാൻ പഴവും കുറച്ച് ഐറ്റംസൊക്കെ വെച്ചൊരു ചെറിയൊരു ഷേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇനി എല്ലാ രീതിയിലും എൻ്റെ ഒരു പുതിയ തുടക്കമായിരിക്കും കേട്ടോ ഇത്.